എല്ലാവർക്കും സ്വാഗതം. എന്തുകൊണ്ടാണ് വിവാഹം കഴിഞ്ഞ വ്യക്തികൾ മറ്റു ആളുകളുമായിട്ട് സ്നേഹത്തിലാവുന്നതും സ്വന്തം കുടുംബത്തിലെ ഭാര്യയോടോ അല്ലെങ്കിൽ ഭർത്താവിനോടോ മാനസികമായി അകന്നു പോകുന്നതും? എല്ലാ മനുഷ്യർക്കും ആഗ്രഹം അവരുടെ മനസ്സിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഇവർ എന്തു പറയുന്നോ അതിനനുസരിച്ച് സന്തോഷത്തോടെ നിൽക്കുന്ന വ്യക്തികളാണ് പരസ്പരം ഇഷ്ടപ്പെടുന്നത്. പക്ഷേ വിവാഹം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ കുറ്റപ്പെടുത്തലുകൾ വരുമ്പോഴാണ് മനസ്സ് പതുക്കെ പതുക്കെ, തുടക്കത്തിലൊന്നുമില്ലെങ്കിലും പതുക്കെ പതുക്കെ പിന്നീട് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ മാനസികമായിട്ടുള്ള ആ ഒരു അടുപ്പം അകന്നു പോകുന്നതാണ് ഇതിന് മെയിൻ കാരണം. അവർ പ്രതീക്ഷിച്ച പോലത്തെ ആ ഒരു പെരുമാറ്റം ഒന്നുമല്ല മറ്റേ പങ്കാളിയിൽ നിന്ന് കിട്ടുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മനസ്സ് മാറിപ്പോകും. ജീവിത പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പുരുഷൻ്റേതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. കാരണം ഒരു കുടുംബം നോക്കേണ്ട വ്യക്തി ആയതുകൊണ്ട് കുടുംബത്തെക്കുറിച്ചും കുടുംബത്തിലേക്ക് കൊണ്ടുവരേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ടാവും. അതിലിടയ്ക്ക് ഇവർ കരുതുന്ന പോലെ സ്നേഹത്തോടുള്ള പെരുമാറ്റമോ അതല്ലെങ്കിൽ ഇവരെ കൊണ്ട് പുറത്ത് പോയി കറങ്ങാനോ അല്ലെങ്കിൽ ഇവർ പറയുന്നതിനനുസരിച്ച് അവരുടെ അടുത്തിരിക്കാനോ ഒന്നും സമയം കിട്ടിയെന്ന് വരില്ല. കാരണം പുറത്ത് പോയി നന്നായി അധ്വാനിച്ചും പല കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കും കുടുംബം നോക്കുന്നത്. അപ്പോൾ ആ ഒരു ഇവരുദ്ദേശിച്ച രീതിയിലുള്ള ആ ഒരു സമീപനം ഇവർക്ക് കിട്ടാതാവുമ്പോൾ സ്ത്രീകളും അതേപോലെ തന്നെ സ്ത്രീകൾ അകന്നു കഴിഞ്ഞാൽ ആ പുരുഷനോട് അവരും വലിയ സ്നേഹത്തോടെ പെരുമാറില്ല. ചില സ്ത്രീകൾ അങ്ങനെയാണ്. വീട്ടിൽ വന്നാലും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അവരുടേതായ ഒരു രീതിയിൽ. വിവാഹം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഭക്ഷണ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കുമെങ്കിലും പക്ഷേ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ടും അവർ കുറച്ച് ഒരു അകൽച്ച കാണിക്കും. അതറിഞ്ഞുകൊണ്ടല്ല, ഓട്ടോമാറ്റിക്കലി അവരുടെ മനസ്സ് ആ രീതിയിലേക്കായി പോകുന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുറമെയുള്ള വ്യക്തികളുമായിട്ട് സൗഹൃദമൊക്കെ ആയിത്തീരുമ്പോൾ അവരിൽ നിന്ന് നല്ല കെയറിങ് കിട്ടും. അത് രണ്ടു കൂട്ടർക്കും, പുരുഷനും സ്ത്രീക്കും കെയറിങ് കിട്ടുന്ന രീതിയിലായിരിക്കും അവർ സംസാരിക്കുന്നത്. പക്ഷെ അവരുടെ വീട്ടിൽ അവരുടെ പങ്കാളിയോട് അവർ ആ കെയറിങ്ങും ആ ഒരു സ്നേഹവും കാണിക്കില്ല. കാരണം ആ പങ്കാളി എപ്പോഴും ചോദ്യം ചെയ്യുന്നത് അത് ഇല്ല, ഇതില്ല, അത് തന്നില്ല, ഇത് തന്നില്ല, അത് വേണം, ഇത് വേണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. അങ്ങനെ മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. മനസ്സിന് കേൾക്കാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങളായിരിക്കും അധികം പങ്കാളികൾക്ക് ചർച്ച ചെയ്യാനുണ്ടാവുക ഒരു വീടിൻ്റെ ഉള്ളിൽ. കാരണം അവർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും, അത് നിറവേറ്റണം. അപ്പോൾ അതിനെക്കുറിച്ചായിരിക്കും സംസാരിക്കുക. പക്ഷേ പുതിയൊരാൾ അവരുമായിട്ട് സൗഹൃദത്തിലായ അവർക്ക് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉണ്ടാവില്ല. അവർക്ക് സമാധാനിപ്പിക്കാൻ കഴിയും. കാരണം അവർക്ക് വെറുതെ പറഞ്ഞാൽ മതി. ആ സമാധാനിപ്പിക്കൽ കൊണ്ട് ഇവർ മാനസികമായിട്ട് അവരിലേക്ക് അടുത്ത് പോകും. ഒരുപാട് അടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഏതൊരു മനുഷ്യനും കുറച്ച് കാലം സംസാരത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിൽ നിന്ന് പിന്തിരിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാനസികമായി എത്തിപ്പെടും. അങ്ങനെ എത്തിപ്പെടുമ്പോഴാണ് അവർ ആ വ്യക്തിയുടെ കൂടെ ഒളിച്ചോടി പോകുന്നതും ആ വ്യക്തിയുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതും. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ വ്യക്തി സ്വന്തം ആ വീട്ടിലെ അയാളുടെ പങ്കാളിക്ക് യാതൊരുവിധ സ്നേഹവും അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം കാണിക്കാതെയാണ് നിങ്ങളുടെ കൂടെ പോരുന്നത്. ആ വ്യക്തി നാളെ നിങ്ങളോടും ഇത് തന്നെ ആയിരിക്കും. ഒരുമിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞാൽ നിങ്ങളോടും ഇത് തന്നെ ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് അങ്ങനെ പോകണം എന്ന് ആഗ്രഹമുള്ള വ്യക്തികൾ ആർക്കും ആരുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാം. കാരണം മനസ്സിന് സന്തോഷമില്ലാതെ ആരുടെ കൂടെ ജീവിക്കണം നിർബന്ധമില്ല. പക്ഷെ അങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സേഫ്റ്റി നോക്കണം. മക്കളെ ഉപേക്ഷിച്ചോ അല്ലെങ്കിൽ കുടുംബത്തെ നാണം കെടുത്തിയോ പോയത് കൊണ്ട് നിങ്ങൾക്ക് സന്തോഷമായി ജീവിക്കാൻ ഒരിക്കലും കഴിയില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഉള്ള പങ്കാളിയുടെ കൂടെ ജീവിക്കാൻ തീരെ ഒത്തുപോകാൻ പറ്റാത്തൊരവസ്ഥയിലാണെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായിട്ടത് ആ ബന്ധം വേർപെടുത്താം. എന്നിട്ട് നിങ്ങൾക്ക് ആരെയാണോ ഇഷ്ടം ആ വ്യക്തിയുടെ കൂടെ നിയമപരമായി തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങണം. അങ്ങനെ പോകുമ്പോഴേ നാളെ ആ വ്യക്തിക്ക് നിങ്ങളെ വേണ്ട എന്ന് തോന്നുമ്പോഴും നിങ്ങൾക്ക് ചോദിക്കാനും പറയാനും അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ പറയാനുള്ളൊരു അവസരം ഉണ്ടാവുള്ളൂ. അതല്ലാതെ വീടും കുട്ടികളെയൊക്കെ ഇട്ട് ഉപേക്ഷിച്ച് നിങ്ങൾ അവരുടെ കൂടെ പോയാൽ നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെടുകയാണ് ചെയ്യുക. നഷ്ടപ്പെട്ട ഒരവസരത്തിൽ നിങ്ങളുടെ കൂടെ ഒരാൾ പോലും നിൽക്കാനുണ്ടാവില്ല. അതൊന്ന് ചോദിക്കാനോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങൾ തിരിച്ചു കിട്ടാനോ ഒന്നും സാധിക്കില്ല.
എല്ലാം നഷ്ടത്തിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ അങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് നിയമപരമായിട്ട് നിങ്ങൾക്ക് നാളെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനൊരു വാല്യൂ കിട്ടണമെങ്കിൽ, നിങ്ങളുടെ ജീവിതം നശിച്ചു പോവാതിരിക്കണമെങ്കിൽ നിയമപരമായിട്ടായിരിക്കണം ചെയ്യേണ്ടത്. പല ആളുകളും മക്കളെയും കുടുംബത്തെയൊക്കെ ഉപേക്ഷിച്ചും അവരൊക്കെ കൊന്നും ഒക്കെ പോകുന്നവരെ നമ്മൾ കാണുന്നതാണ്. പക്ഷേ അതുകൊണ്ടൊന്നും നിങ്ങൾക്ക് ശാശ്വതമായിട്ട് ജീവിക്കാൻ പറ്റില്ല. കുറച്ച് നാളത്തേക്ക് നിങ്ങൾക്ക് ഒളിവിൽ താമസിക്കുമ്പോൾ കുറച്ചൊരു ദിവസത്തേക്ക് മാത്രമേ അത് ഒരു സന്തോഷം കിട്ടുകയുള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങളത് ആലോചിച്ച് ടെൻഷനായിട്ടും ഭയന്നും വേണ്ടി വരും ജീവിക്കാൻ. അപ്പം അതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് അങ്ങനെ പോകണം എന്നാഗ്രഹം തോന്നുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നിയമപരമായിട്ട് നിങ്ങളിപ്പോൾ ഉള്ള ബന്ധം വേർപ്പെടുത്തിയതിന് ശേഷം പുതിയ ബന്ധത്തിൽ നിയമപരമായി തന്നെ അതിലേക്ക് പോവുക. അപ്പോൾ നിങ്ങളുടെ കൂടെ ആളുകളുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരുടെയും പറയാൻ കഴിയും. നിങ്ങൾക്ക് എല്ലാവിധ നിയമ പരിരക്ഷയും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ തീർച്ചയായും നിങ്ങളുടെ ഭാവി കൂടി ആലോചിച്ച്, പിന്നെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ മാനക്കേടും നാണക്കേടും ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണമെന്നാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.